TCSന് പിന്നാലെ പ്രമുഖ കണ്ണട ബ്രാൻഡ് ലെൻസ്കാർട്ടിലും മതചിഹ്ന വിവാദം. മുംബൈ ലെൻസ്കാർട്ട് ഷോറൂമിലുള്ള ജീവനക്കാർക്ക് ബിന്ദിയും തിലകവും ധരിക്കാൻ വിലക്ക് ഏർപ്പെടുത്തി. എന്നാൽ ഹിജാബ് ധരിക്കാൻ അനുമതിയും നൽകിയിട്ടുണ്ട്. ജീവനക്കാരുടെ നെറ്റിയിൽ തിലകം ചാർത്തി പ്രതിഷേധിച്ച് ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തി. ദിലീപാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദിലീപ്, സൂറത്തിൽ നടന്ന അല്ലെങ്കിൽ TCSൽ നടന്ന വിവാദം നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇപ്പോഴും പുരോഗമിക്കുന്നതിനിടയിലാണോ ഇപ്പോൾ ഈ ലെൻസ്കാർട്ട് ഷോറൂമിൽ വീണ്ടും മറ്റൊരു രീതിയിൽ ഹൈന്ദവ സമൂഹത്തെ അവഹേളിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്? ഈ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട എന്ത് വിശദീകരണമാണ് നൽകുന്നത്? കാരണം ഒരു ഭാഗത്ത് ഹിജാബ് ധരിക്കാൻ അനുമതി നൽകുകയും തിലകം തൊടുന്നത് നിയമവിരുദ്ധമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും വിശദീകരണം ലെൻസ്കാർട്ടിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ? ഗൗതം, നിലവിൽ യാതൊരുവിധ വിശദീകരണവും ലെൻസ്കാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. മുംബൈ സ്ഥിതി ചെയ്യുന്ന ലെൻസ്കാർട്ടിലാണ് ഇത്തരത്തിലൊരു അസാധാരണ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് ഗൗതം സൂചിപ്പിച്ചപ്പോൾ തന്നെ ഹിന്ദു ജീവനക്കാരുടെ ബിന്ദിയും അതോടൊപ്പം തന്നെ തിലകവും ധരിക്കാൻ പാടില്ല. ബിന്ദി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സമുദായത്തിൻ്റെ ഒരു ഹിന്ദു വിശ്വാസപ്രകാരമുള്ളൊരു വസ്ത്രധാരണയാണ്. അത് ധരിക്കാൻ പാടില്ല എന്നും ഹിന്ദു ജീവനക്കാർ ആരും തന്നെ തിലകവും ചാർത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് ലെൻസ്കാർട്ട് അധികൃതർ നൽകിയത്. തുടർന്നായിരുന്നു ഇവർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പ്രതിഷേധം രേഖപ്പെടുത്തുള്ള പ്രധാന കാരണം സ്വാഭാവികമായിട്ടും ഒരു മതത്തോട് മാത്രം അസാധർത്ഥം കാണിക്കുകയും മുസ്ലിം വനിതകൾക്കും മുസ്ലിം വിശ്വാസികൾക്കും തൊപ്പിയും അതോടൊപ്പം തന്നെ ഹിജാബും ധരിക്കാനുള്ള ഒരു പ്രത്യേക ഒരു പരിഗണനയും കൊടുത്തായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു സംഘടനകളും അതോടൊപ്പം തന്നെ ജീവനക്കാരും പ്രതിഷേധം രേഖപ്പെടുത്തിയത്. തുടർന്നാണ് ഹിന്ദു സംഘടനകളുടെ BJP ന്യൂനപക്ഷ മോർച്ച നേതാവായ നാസിയ ഇലാഹിയുടെ നേതൃത്വത്തിലാണ് ഈ ലെൻസ്കാർട്ടിലേക്ക് പ്രതിഷേധവുമായി എത്തുകയും അതിനുശേഷം അവർക്ക്, അതായത് ജീവനക്കാർക്ക് തിലകം ചാർത്തുക, അതായത് ചന്ദനം ചാർത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ BJPയുടെ നേതാവായ ഹിന്ദു ന്യൂനപക്ഷ മോർച്ചയുടെ ജീവനക്കാരി അവിടുത്തെ ചോദ്യം വളരെ പ്രസിദ്ധമായിരുന്നു. അതായത് അവിടുത്തെ HR മാനേജറായ മുഹസിൻ ഖാനോടാണ് നാസിയ ഇലാഹി ചോദ്യം ചോദിച്ചത്. താങ്കൾ ഒരു മുസൽമാൻ ആയതുകൊണ്ടാണോ മുസ്ലിം വനിതകൾക്ക് പ്രത്യേക ഹിജാബ് ധരിക്കാനുള്ള അവകാശം കൊടുക്കുകയും അതോടെ ഹിജാബ് ധരിക്കാൻ നിർദ്ദേശം നൽകുകയും ഹിന്ദു വനിതകൾക്ക് നേരെയുള്ള ഈ ഒരു ആക്രമണം വളരെ അപലപനമെന്ന രീതിയിലടക്കമുള്ള ഒരു വിമർശനം ഉന്നയിച്ചു. പക്ഷേ ഈ HR മാനേജറോ അല്ലെങ്കിൽ ഫ്ലോർ മാനേജറോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിശദീകരണവും ഇതുവരെ നൽകിയിട്ടില്ല. ഗൗതം.